മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രാർത്ഥിച്ചൊരുങ്ങി ഒരു പുതിയ പെന്തക്കോസ്താ ചൈതന്യം സ്വീകരിച്ചിരിക്കുന്ന എല്ലാ ശാലോം പ്രേക്ഷകരെയും നഴ്സസ് ടൈമിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കുടുംബ ബന്ധങ്ങളും കുടുംബ അന്തരീക്ഷവും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സാരമായ സ്വാധീനം ചെലുത്താറുണ്ട്. അപ്പനും അമ്മയും മക്കളും വളരെ സന്തോഷത്തോടെ കഴിയുന്ന ഒരു കുടുംബത്തിലെ വ്യക്തി പുറത്ത് സമൂഹത്തിലും നന്മ വിതയ്ക്കുന്നവനായിരിക്കും. എന്നാൽ എപ്പോഴും വഴക്കും പ്രശ്നങ്ങളും നിറഞ്ഞ് തകർന്ന കുടുംബത്തിൽ കഴിയുന്ന ഒരു വ്യക്തി പുറത്ത് സമൂഹത്തിലും പ്രശ്നക്കാരനായിരിക്കും. ധാരാളം സമ്പത്തുണ്ടെങ്കിൽ മാത്രം ഒരു കുടുംബത്തിൽ സമാധാനമുണ്ടാകണമെന്നില്ല. എന്നാൽ അതിലേക്കുള്ള ഏക മാർഗം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നാം രക്ഷ പ്രാപിക്കും. അത്തരത്തിൽ കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ ഒരു കുടുംബത്തെ നമുക്കിപ്പോൾ പരിചയപ്പെടാം. പ്രൈസ് ദ ലോർഡ്. സങ്കീർത്തനം 40:5 ഇങ്ങനെ പറയുന്നു: ദൈവമായ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി എത്ര അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവാണ്. നമ്മുടെ ഓരോ കാര്യത്തിലും വളരെ ശ്രദ്ധാലുവായ ദൈവത്തിൻ്റെ പരിപാലന അനുഭവിച്ചറിഞ്ഞ ഒരു കുടുംബത്തെ നമുക്കിപ്പോൾ പരിചയപ്പെടാം. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് ആലീസ്. ഞാനിവിടെ UAE ഉമ്മൽക്കുയിലുള്ളൊരു ഹോസ്പിറ്റലിൽ 20 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ ജീവിത പങ്കാളി എൻ്റെ പേര് റാഫേൽ. ഞാൻ ഷാർജയിൽ ചെറിയൊരു സ്ഥാപനം നടത്തുന്നു. നാട്ടിൽ തൃശ്ശൂർ പുതുക്കാട് എന്ന സ്ഥലത്താണ്. എൻ്റെ പേര് റിൽസ. ഞാൻ BTech കഴിഞ്ഞ് ഇപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണു. എൻ്റെ പേര് അഖില. ഞാൻ 9th പഠിക്കുന്നു. ഞാൻ ആൽബിൻ. ഞാൻ 7th പഠിക്കുന്നു. ആലീസിനെ വളരെ നാളുകളായിട്ട് എനിക്കറിയാം. നിങ്ങൾ ദൈവപരിപാലനയിൽ വളരുന്ന ഒരു കുടുംബമാണെന്നും അറിയാം. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ദൈവാനുഭവങ്ങളൊക്കെ ഒന്ന് ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമോ? തീർച്ചയായും. ഈ ദേശത്ത് ഞങ്ങൾ കുടുംബത്തോടെ ഒന്നിച്ച് ജീവിക്കുന്നത് തന്നെ വലിയൊരു അത്ഭുതമാണ്. കാരണം എൻ്റെ കല്യാണം 1990 ഞങ്ങൾ കല്യാണം കഴിഞ്ഞു. ഹസ്ബൻഡ് ചെറിയൊരു സാലറിയിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു ഇവിടെ. അപ്പോൾ ആൾ ഒത്തിരി റിസ്ക് എടുത്ത് എന്നെ ഫാമിലി വിസ എടുത്ത് ഇവിടെ കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ ജീവിതം ആരംഭിച്ചു. ഒരു ഫസ്റ്റ് കുഞ്ഞ് ജനിച്ചു. അന്ന് ഞങ്ങൾക്ക് ഇവിടെ ഫാമിലി സ്റ്റാറ്റസ് അന്ന് ആ വിസയോട് കൂടി ഉണ്ടായിരുന്നു. പിന്നെ 1.5 വയസ്സായപ്പോൾ ഞാൻ മിനിസ്ട്രിയിൽ ഇവിടെ ഗവൺമെൻറ് ആശുപത്രിയിൽ ജോലിക്ക് കയറി. അപ്പോൾ അവിടെ നിന്ന് നിരന്തരം വിളിക്കുമായിരുന്നു, ഹോസ്പിറ്റലിൽ ജോലിക്ക് ചെയ്താൽ ഹോസ്പിറ്റൽ വിസ ആക്കണം എന്നുള്ള റൂളാണ്. എന്നോട് ഈ ഹോസ്പിറ്റൽ വിസ ആക്കാനായിട്ട് നിരന്തരം എനിക്ക് കോൾ വന്നുകൊണ്ടിരുന്നു. അതാക്കിയാലുള്ള പ്രശ്നം, അപ്പോൾ ഞാൻ ഹോസ്പിറ്റൽ വിസ ആക്കിയാൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ നാട്ടിലേക്ക് അയക്കണം. കാരണം എനിക്ക് മാത്രമുള്ള വിസയാണ് അവർ തരുള്ളൂ. അപ്പോൾ ഞാൻ പലപ്പോഴും ആ കോൾ പോവാതെ പിന്നെ അവസാനം അവിടെ നിർമ്മത്തിന് വഴുകി ഞാൻ ഹോസ്പിറ്റലിൽ HR പോയി ആ മാഡത്തിനോട് പറഞ്ഞു, ഇതാണ് എൻ്റെ പ്രശ്നം, എൻ്റെ കുഞ്ഞിനെ എനിക്ക് എൻ്റെ കൂടെ നിർത്തണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ദിവസം വരാതിരുന്നത്. ഓക്കെ, ഞാൻ നിൻ്റെ പേപ്പർ അയച്ചു നോക്കാം, നീ ഇപ്പോൾ പൈസ ഒന്നും അടയ്ക്കേണ്ട, ഞാൻ നിൻ്റെ കുഞ്ഞിൻ്റെയും പേപ്പർ അയക്കാം, അത് കഴിഞ്ഞ് അടിച്ചു നോക്കിയിട്ട് അടിക്കുകയാണെങ്കിൽ നീ പൈസ പേ ചെയ്താൽ മതി. അങ്ങനെ ഞാൻ പേപ്പർ അവിടെ സബ്മിറ്റ് ചെയ്തു. ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ കിട്ടാണ്, എൻ്റെയും കൊച്ചിൻ്റെയും വിസ അടിച്ചു വന്നു. എൻ്റെ ഹോസ്പിറ്റൽ വിസയോടുകൂടി കൊച്ചിനെയും എൻ്റെ കൂടെ നിർത്തി. അങ്ങനെ 2 പേരുടെയും വിസ അടിച്ചു. അത് ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. തീർച്ചയായും. ആലീസ് പറഞ്ഞ പോലെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ വിസ അടിക്കുന്ന സമയത്ത് സെയിം ഇതേ പ്രോബ്ലം തന്നെ ഉണ്ടായി. 2 ആളുടെ ശമ്പളം കൂടി വിസ അടിക്കാൻ പറ്റാത്ത സ്ഥിതി വന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരാൾ പരിചയപ്പെടുത്തി തന്നു, ഞാൻ ഇതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടാം, എല്ലാവരും സഹായിച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളവിടെ ചെന്ന സമയത്ത് ഈ ഓഫീസറെ കാണാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾക്കൊരു ചിന്ത വന്നു, ഞങ്ങൾ എന്തിനാണ് ഈ ഓഫീസറെ നമ്മൾ തപ്പണം, നമ്മുടെ പിന്നെ സർവശക്തനായ കർത്താവ് ഉണ്ടല്ലോ, കർത്താവ് ഞങ്ങൾക്ക് നടത്തി തരുന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഞങ്ങൾ ഈ പേപ്പർ സബ്മിറ്റ് ചെയ്തു. വിസ അടിച്ചു വന്നപ്പോൾ 3 കൊല്ലത്തെ വിസ ഞങ്ങൾക്ക് അടിച്ചു വന്നു. ഇതിൻ്റെ ഇടയിൽ ഒരു സംഭവം, ഞാൻ ഈ വിസ അടിക്കാനായിട്ട് സബ്മിറ്റ് ചെയ്യാൻ ഓഫീസറെ അടുത്ത് ചെന്ന് വിസ കൊടുക്കുന്ന സമയത്ത് ഓഫീസർ ഒത്തിരി അറബിക്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്കൊന്നും മനസ്സിലാവണം, അന്ന് എനിക്ക് അറബി അധികം അറിയില്ലായിരുന്നു. അപ്പം ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞോളൂ, ഇറ്റ്സ് എ സ്മോൾ ബേബി. അപ്പോൾ അയാൾ ആ സ്മോൾ ബേബി എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അയാൾ പറഞ്ഞു, ഓക്കെ
നിനക്ക് കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടി മാത്രം നിനക്ക് ഞാൻ 1 ഇയർ വിസ അടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ പേപ്പർ വാങ്ങിച്ചത്. പക്ഷേ ദൈവം എനിക്ക് 3 വർഷം ആ കുഞ്ഞിനെ വിസ അടിച്ച് ഞങ്ങളുടെ കൂടെ നിർത്താനായിട്ട് ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു. അത് ഒത്തിരിയും നന്ദി പറയുന്ന ദൈവത്തോട് ഞങ്ങളുടെ കുഞ്ഞിനെ കൂടെ നിർത്താൻ. അതുപോലെ തന്നെ മൂന്നാമത്തെ കുഞ്ഞിനെ ദൈവം തന്നപ്പോഴും ഇതേ പ്രശ്നം. എൻ്റെ ജോലിയിൽ എനിക്ക് പ്രൊമോഷൻ കിട്ടിയായിരുന്നു, എങ്കിലും ഒരു ഫാമിലി വിസ അടിക്കാനുള്ള അത്രയും സാലറി എനിക്കായിട്ടില്ലായിരുന്നു. ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടർ, ഹോസ്പിറ്റലിൻ്റെയും ആ ഡിസ്ട്രിക്റ്റിൻ്റെയും ഒരു ഡയറക്ടറുടെ ലെറ്റർ കൊണ്ടുപോയാൽ ഞങ്ങൾക്ക് വിസ അടിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഞാൻ ആ ഹോസ്പിറ്റൽ ഡയറക്ടറെ കാണാൻ വേണ്ടി ഞാൻ അവിടെ കാണാൻ ചെന്നപ്പോൾ അവിടുത്തെ സെക്രട്ടറി പറഞ്ഞു യു വെയിറ്റ്. അങ്ങനെ എന്നെ അവിടെ വെയിറ്റിംഗ് റൂമിൽ ഒരു 3 അവേഴ്സോളം എന്നെ അവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് എന്നെ ഇരുത്തി. അപ്പോൾ ഈ സമയമൊക്കെ ഞങ്ങൾക്ക് ആ കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഒരു ബ്രദർ വന്ന് ഞങ്ങളൊരു ഒത്തിരിയും ബൈബിൾ പഠിപ്പിക്കുകയും ഒരു പ്രാർത്ഥന പഠിപ്പിച്ചായിരുന്നു, സഹസ്രനാമം എന്ന് പറഞ്ഞ്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: യേശുവേ 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 യേശുവൻ്റെ രക്ഷക. ഈ സഹസ്രനാമം അവിടെ ഞാൻ ഈ 3 മണിക്കൂറും ഉരുവിട്ടോണ്ടേ ഇരുന്നു. അതിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് ഈ ഡയറക്ടർക്ക് എന്തോ ആവശ്യത്തിന് പുറത്തിറങ്ങേണ്ടി വന്നു. ഈ ഡയറക്ടർ പുറത്ത് വന്നപ്പോഴാണ് എന്നെ ഇവിടെ ഇരിക്കുന്നത് കാണുന്നത്. ആ സിസ്റ്റർ ഹൗ ആർ യു ചോദിച്ച് എന്നെ അകത്തോട്ട് കൊണ്ടുപോയി ഉടനെ ആ ലെറ്റർ എഴുതി തന്നു. ഞാൻ ലെറ്റർ കൊണ്ടുപോയി ഉടനെ തന്നെ എനിക്ക് ആ കുഞ്ഞിനെയും എൻ്റെ ഞങ്ങളുടെ കൂടെ നിർത്തി. ഞങ്ങളുടെ കുടുംബം ഒന്നിച്ച് കൊണ്ടുപോകാനായിട്ട് 3 വർഷത്തെ വിസ അങ്ങനെ കുഞ്ഞിനെ ഞങ്ങളുടെ കൂടെ നിർത്തി. അങ്ങനെ ഓരോ പ്രാവശ്യം, അതായത് ഞങ്ങളുടെ കുടുംബത്തിന് കഴിയാവുന്ന, അതായത് അവർ ഇവിടുത്തെ ഗവൺമെൻറ് ചോദിക്കുന്ന പൈസ ഇല്ല, ഞങ്ങളുടെ അത്രയും പൈസ ഞങ്ങൾക്ക് കാണിക്കാനില്ല, ഞങ്ങളുടെ സാലറി ഇല്ലാഞ്ഞിട്ടും എൻ്റെ കുടുംബത്തെ ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ നടത്താനായിട്ട് അത് സർവശക്തൻ്റെ കാരുണ്യം മാത്രമാണെന്ന് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു. ദൈവത്തോട് നന്ദി പറയുന്നു. ഇതിനിടയ്ക്ക് ആലീസ് കാനഡയ്ക്കൊക്കെ പോകുന്നെന്ന് കേട്ടിരുന്നു ഇടയ്ക്ക്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഞങ്ങൾക്ക് 2009 എൻ്റെയും കുടുംബത്തിന് ഒരുമിച്ച് ഞങ്ങൾക്ക് കാനഡയ്ക്ക് വിസ അടിച്ചു. അതായത് ഇവിടെ വാക്കിംഗ് ഇൻ്റർവ്യൂ നടത്തി. അത് കഴിഞ്ഞ് കനേഡിയൻ ഡെലിഗേറ്റ്സ് വന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞു, സെലക്റ്റായി. ഞങ്ങൾ ഒരു 3 ഫ്രണ്ട്സ് വേറെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും കാനഡ വിസ അടിച്ചു. മാർച്ചിലാണത്. അപ്പോൾ മാർച്ചിൽ ഇവിടുത്തെ അക്കാഡമിക് ഇയർ കഴിയുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പിള്ളേരെ നാട്ടിലോട്ട് ക്യാൻസൽ ചെയ്ത് വിട്ടു. മോള് 10ാം ക്ലാസ്, മോൻ 1ലേക്ക്, മറ്റാൾ 3ാം ക്ലാസ്സിലോട്ട്. ഇവരുടെ വിസയൊക്കെ ക്യാൻസൽ ചെയ്ത് നാട്ടിലോട്ട് വിട്ടു. ഞാൻ റെസിഗ്നേഷൻ ലെറ്റർ എഴുതി ഇവിടെ ഒരു ഫ്രണ്ടിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാനും ഹസ്ബൻഡും ലീവിന് പോകുന്നത്. ഹസ്ബൻഡ് ആണെങ്കിലും ജോലി വിട്ടു. കാരണം ഇനി അവിടെ പ്ലേസ്മെൻറ്റ് കിട്ടേ വേണ്ടൂ. അത് കഴിഞ്ഞ് ഞങ്ങളങ്ങ് കാനഡയ്ക്ക് പോകാനായിട്ട് ഒരുങ്ങി എല്ലാം റെഡി ആയിട്ട് അവിടെ ചെന്ന് ഞങ്ങൾ പ്ലേസ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് എൻ്റെ ഫ്രണ്ടിനെയൊക്കെ വിളിച്ചു. പ്ലേസ്മെൻ്റ് ആയി. ഞങ്ങൾ 3 പേരും പോയി. ഞാൻ മാത്രമേ, എനിക്ക് പ്ലേസ്മെൻറ്റ് വന്നില്ല. അന്ന് മെയ് 31 1-ാം തീയതി സ്കൂൾ തുറക്കും, എനിക്ക് 2-ാം തീയതി തിരിച്ചു പോരണം. അപ്പോഴൊന്നും ആയിട്ടില്ല. ഒരു ഗത്യന്തരം ഇല്ലാണ്ടായപ്പോൾ ഞാൻ വേഗം അവിടെയുള്ള സ്കൂളിലെ കുഞ്ഞുങ്ങളെ ഇൻ്റർവ്യൂവിന് കൊണ്ടുപോയി. ഇൻ്റർവ്യൂ കഴിഞ്ഞ് എൻ്റെ കുഞ്ഞുങ്ങൾ കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങുന്നത്. കാരണം അവർക്ക് മലയാളം ഒരു അക്ഷരം എഴുതാൻ പറ്റിയില്ല. എനിവേ ഞാൻ സമാധാനിപ്പിച്ചു. എനിവേ കുഞ്ഞുങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. അങ്ങനെ 1 ഇയർ കുഞ്ഞുങ്ങളെ അവിടെ പഠിക്കാനേൽപ്പിച്ച് അനിയനും ഭാര്യയും കുഞ്ഞുങ്ങളെ നോക്കാനേറ്റു. അങ്ങനെ കുഞ്ഞുങ്ങളെ അവിടെ ആക്കി ഞാൻ ഹസ്ബൻഡും തിരിച്ചു പോന്നു. അങ്ങനെ 1 ഇയറോളം ഞങ്ങൾ കാത്തിരുന്നു, വിളിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഇവിടെ 2009 ഡിസംബറിൽ നഴ്സസ് മിനിസ്ട്രിയുടെ ഒരു 1 ഡേ സെമിനാറായ ഗ്രേറ്റ് കോൾ നടക്കുന്നു. അപ്പോൾ ഞാൻ അതിൽ അറ്റൻഡ് ചെയ്തു. അവിടെ വെച്ച് തന്നെ ഈ നഴ്സസ് മിനിസ്ട്രിയുടെ ഞങ്ങളുടെ എമിറേറ്റ്സിൻ്റെ, ഉമൽക്കൻ എമിറേറ്റ്സിൻ്റെ കോർഡിനേറ്ററായിട്ട് അവിടെ വെച്ച് അവർ പറഞ്ഞു ഞാനാണ് അവിടുത്തെ കോർഡിനേറ്റർ. അങ്ങനെ എന്നെ കോർഡിനേറ്ററാക്കി. അന്ന് തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് നോക്കുമ്പോഴാണ് ഇമെയിൽ ചെക്ക് ചെയ്യുമ്പോൾ ഇമെയിലുണ്ടായിരുന്നു കനേഡിയൻസിൻ്റെ റിപ്ലൈ ആണ്, ഇനി നിനക്ക് അവിടെ പറ്റില്ല, നിൻ്റെ എത്ര പൈസ നിനക്ക് ചിലവായിട്ടുണ്ടോ അതെല്ലാം ഞങ്ങൾ റീഇംബേഴ്സ്മെൻറ്റ് ചെയ്യാം, അതിനെ ഫില്ല് ചെയ്യാനുള്ള വയർ ഫോം എന്ന് പറഞ്ഞിട്ട് ഒരു പേയ്മെൻറ്റിൻ്റെ ഫോം എല്ലാം എനിക്ക് അയച്ചേക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി എനിക്ക് കാനഡയ്ക്ക് പോകാൻ പറ്റില്ല. പക്ഷേ ഈശോ എന്നെ ഇവിടെ നിർത്താനാണ് എന്നെ ദൈവം വിളിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും ഞാൻ ഇവിടെ ഇരുന്ന് എൻ്റെ ഈശോയോട് ചോദിക്കും, എന്തിന് ഈശോയെ എനിക്കിങ്ങനെ വരുത്തി? ഞാൻ ഓരോ കാര്യങ്ങൾക്കും പോകുമ്പോഴും ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ച്, ഷാർജ പള്ളിയിൽ പോയി മാതാവിൻ്റെ ഗ്രോട്ടോയിൽ മാതാവിനോടും പ്രാർത്ഥിച്ച്, ഇംഗ്ലീഷ് പരീക്ഷയ്ക്കാണേലും ഇൻ്റർവ്യൂവിനാണേലും എല്ലാം ഈശോയോട് ചോദിച്ചിട്ടല്ലേ ഞാൻ പോയത്. എന്തുകൊണ്ട് എന്നെ മാത്രം ഇവിടെ നിർത്തി എന്ന് ഞാൻ ചോദിക്കുമായിരുന്നു ഈശോയോട്. പക്ഷേ എനിക്ക് പിന്നീടാണ് എനിക്ക് ഉത്തരം കിട്ടുന്നത്. എല്ലാം ഈശോയുടെ പരിപാലനയായിരുന്നു. ഈശോ നമുക്കൊന്നും ദോഷമായിട്ട് വരുത്തുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം എനിക്ക് ഇവിടെ ഒത്തിരി ഈ നഴ്സസ് മിനിസ്ട്രിയിൽ ജോലി ചെയ്യാൻ ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റുന്നു. ഞാൻ ഒത്തിരി ഈശോനെ അറിയാൻ പറ്റി ഇവിടെ നിന്നുകൊണ്ട്. എനിക്ക് കഴിയുന്ന വിധത്തിലൊക്കെ നഴ്സസിനായാലും പേഷ്യൻസിനോടാണെങ്കിലും ഈശോനെ പറ്റി പറയാൻ പറ്റുന്നു. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ 1 ഇയർ ജോലിയില്ലാതിരുന്നു. ആ സമയത്ത് ഹസ്ബൻഡിനുണ്ടായ മാറ്റാൾ പറയും,
കുഞ്ഞുങ്ങളാണേലും നാട്ടിൽ പോയി മലയാളം നന്നായിട്ട് പഠിച്ചു. ഇവിടെ വന്ന് സീറോ മലബാർ കുർബാനയ്ക്കടക്കം അവർ ശുശ്രൂഷയായിട്ട് വായിക്കാനടക്കം അത്രയും നന്നായിട്ട് അവർ മലയാളം പഠിച്ചു 1 ഇയർ കൊണ്ട്. അവർ നാട്ടിലെല്ലാ സാഹചര്യങ്ങളും കാണാനും പഠിക്കാനും എല്ലാ ബുദ്ധിമുട്ടുകൾ അറിയാനൊക്കെ മനസ്സിലാക്കാനും അവർക്ക് സാധിച്ചു. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അത് ദൈവത്തിൻ്റെ പരിപാലനയായിരുന്നു. ദൈവം എന്നെ ഇവിടെയാണ് വളർത്താൻ ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ട് കാനഡയ്ക്കല്ല. അത് ദൈവത്തിൻ്റെ പ്ലാനാണ്, പദ്ധതിയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ചേട്ടായിയുടെ ജീവിതത്തിലുണ്ടായ ദൈവാനുഭവങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ? ആ ഒരു കൊല്ലത്തെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. യേശുവിനെക്കുറിച്ച് അറിയുവാനും പഠിക്കുവാനും സാധിച്ചു. അതേപോലെ ഞാൻ ബൈബിൾ പൂർണ്ണമായി വായിച്ചിട്ടുണ്ടായിരുന്നില്ല. ബൈബിൾ പൂർണ്ണമായി വായിക്കുവാനും പഠിക്കുവാനും സാധിച്ചു. യേശുവിനെക്കുറിച്ച് അറിയുവാനും യേശുവിൽ കൂടുതലായി ആശ്രയിച്ച് ജീവിക്കുവാനും സാധിച്ചു. അതിനെക്കുറിച്ച് യേശുവിനോട് ഞാൻ നന്ദി പറയുന്നു. നേഴ്സസ് മിനിസ്ട്രിയുടെ ആദ്യകാലങ്ങൾ മുതൽ ആലീസ് വളരെ ആക്റ്റീവായിട്ട് അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് വന്നതിന് ശേഷം ആലീസിൻ്റെ ആത്മീയ ജീവിതത്തിലും ജോലി മേഖലകളിലുമുള്ള ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. ഞാൻ 2009 തുടങ്ങി വളരെ ആക്റ്റീവായിട്ട് നേഴ്സസ് മിനിസ്ട്രിയിലുണ്ട്. അന്ന് തുടങ്ങി എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളുണ്ട്. ആദ്യം തന്നെ എനിക്ക് പ്രാർത്ഥിക്കാൻ ഞാൻ പഠിച്ചു. എങ്ങനെയാണ് പേഴ്സണൽ പ്രയർ, അത് നമുക്ക് ഒത്തിരി ഫോർമേഷൻ ക്ലാസ്സുകളൊക്കെ ഇവിടെ നിന്ന് കിട്ടിയത് കൊണ്ട് നേഴ്സസ് മിനിസ്ട്രിയിൽ നിന്ന് കിട്ടിയിട്ട് എനിക്ക് ഒത്തിരി പ്രാർത്ഥിക്കാൻ പഠിച്ചു ഞാൻ ആദ്യമായിട്ട്. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളത് ഞാൻ പഠിച്ചത് ഈ നേഴ്സസ് മിനിസ്ട്രിയിൽ വന്നതിന് ശേഷമാണ്. അതിന് മുന്നൊക്കെ നമുക്ക് വേണ്ടി ഞാൻ, എൻ്റെ ഭർത്താവ്, എൻ്റെ കുഞ്ഞുങ്ങൾ എന്നുള്ള കൺസെപ്റ്റ് അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളൊരിത് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പലപ്പോഴും ഞാൻ പല ആരാധനകളോ അല്ലെങ്കിൽ വലിയ നല്ല പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് ഇറങ്ങി പുറത്തിറങ്ങുമ്പോഴായിരിക്കും ഞാൻ ചിന്തിക്കുന്നത്, അയ്യോ ഞാൻ എനിക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിച്ചില്ലല്ലോ, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല. പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ കുടുംബത്തിനുള്ളതെല്ലാം ദൈവം ഒരുക്കി വെച്ചിരിക്കുകയാണ്. അതായത് എനിക്കത് ഓരോ സന്ദർഭങ്ങളും എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങളുടെ ഓരോ കാര്യം ദൈവം അതിനനുസരിച്ച് ക്രമീകരിക്കുന്നു. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഓടുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും. അതുപോലെ തന്നെ എൻ്റെ ജോലി മേഖലയിലാണേലും പണ്ടൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്, നമ്മളിപ്പോൾ രോഗിയുടെ അടുത്ത് പോയി ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ മരുന്ന് കൊടുക്കുമ്പോഴും എൻ്റെ ദൈവമേ എനിക്കൊന്നും ഉണ്ടാവരുത്, അതായത് എനിക്കൊന്നും ഉണ്ടാവരുത് മീൻസ് ആ പേഷ്യൻറ്റിൻ്റെ ഇഞ്ചക്ഷൻ ചെയ്തെടുത്തൊന്നും കുഴപ്പമുണ്ടാവരുത്, അല്ലെങ്കിൽ മരുന്ന് കഴിച്ചിട്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ആയിട്ട് എൻ്റെ ജോലിയിലൊന്നും പ്രശ്നം വരരുത്. ഇതായിരുന്നു എൻ്റെ പണ്ടത്തെ ചിന്ത. പക്ഷേ നേഴ്സസ് മിനിസ്ട്രിയിൽ വന്നതിൻ്റെ ശേഷമാണ് ആ രോഗിക്ക് വേണ്ടി ഞാനിപ്പോൾ പേഷ്യൻറ്റിൻ്റെ BP എടുക്കുമ്പോഴാണേലും അല്ലെങ്കിൽ വൈറ്റൽ സയൻസ് മൊത്തം എടുക്കുമ്പോഴും മരുന്ന് കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോഴും ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ പഠിച്ചു. ഞാൻ ഇപ്പം സർജറി വാർഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഈയിടെയായിട്ട് ഞാൻ ആ രോഗിയെ നിന്ന് തൊട്ട് പ്രാർത്ഥിക്കാൻ എന്നോട് ആരോ പറയുന്ന പോലെയാണ്. ഞാൻ സൈലൻ്റായിട്ട് പലപ്പോഴും ആ രോഗിയുടെ ഇപ്പോൾ ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ OTയിലേക്ക് ട്രോളിയിൽ എടുത്ത് പേഷ്യൻറ്റിനെ കെടുത്തി ആ പോകുന്ന നേരത്ത് ഒന്ന് തലയിലൊന്ന് തലോടി ഞാൻ സൈലൻ്റായിട്ട് പ്രാർത്ഥിക്കും. ഈയിടെ ഒരു ദിവസം ഞാനൊരു രോഗിയുടെ, എൻ്റെ പാരൻസ് ഇവിടുത്തെ അറബി പേഷ്യൻ്റാണ്, അവരുടെ മോനാണ്. അപ്പോൾ പാരൻസ് കൂടെ നിന്ന് ട്രോളിയിലാക്കി കൊണ്ടുവന്ന നേരത്തെ ഞാൻ ആ പേഷ്യൻ്റെ തലേന്ന് വെച്ച് ഞാൻ സൈലൻ്റായിട്ട് പ്രാർത്ഥിച്ച് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വിടുന്ന നേരത്തെ പാരൻസ് അവിടെ നിന്ന് പറയാം അവൾ പ്രാർത്ഥിക്കുകയാണെന്ന്. അപ്പോൾ അതുപോലെ എൻ്റെ ഉള്ളിൽ നിന്ന് അത് പരിശുദ്ധാത്മാവ് തോന്നിക്കുന്നതായിരിക്കും അവർക്ക് വേണ്ടി അങ്ങനെ ഒത്തിരി എനിക്ക് മാറ്റം, എനിക്ക് കൂടുതൽ ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയുന്നതിൽ നിന്നും കൂടുതലായിട്ട് എനിക്ക് മോചനമുണ്ട്. അല്ലെങ്കിൽ ഞാൻ വെറുതെ ഇരുന്ന് അലസമായിട്ട് ഇങ്ങനെ കിടന്നുറങ്ങുമായിരുന്നു എൻ്റെ ഹോബി, വെറുതെ ഉറങ്ങുന്ന സ്വഭാവമായിരുന്നു. ഇപ്പോൾ രാവിലെ എണീറ്റ് ഇപ്പം ഞാൻ പണ്ടൊക്കെ വിചാരിക്കും ഷിഫ്റ്റായ കാരണം എനിക്ക് ഈവനിങ്ങിന് പോകണം, നൈറ്റിന് പോകണം. പക്ഷെ അതൊരു അനുഗ്രഹമായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നു. കാരണം മോർണിങ്ങിന് ഭർത്താവിനെ കുട്ടികളെയൊക്കെ നമ്മൾ ഒരുക്കി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തുമാത്രം സമയം കിട്ടുന്നത്, 3 മണി വരേണ്ട സമയം. അപ്പം ഞാനിവിടെ ഇരുന്ന് നമ്മുടെ പേഴ്സണൽ പ്രയർ ഈശോയോട് ഞാനിരുന്ന് ഒരു കൂട്ടുകാരനെ പോലെ ഇരുന്ന് സംസാരിക്കും. ചിലപ്പോൾ ഈശോയോട് ഇങ്ങനെ കുറേ പരിഭവം പറയും, ചിലപ്പോൾ കുറേ ഇരുന്ന് കരയും, ചിലപ്പോൾ ഈശോയോട് പറയും. പിന്നെ എനിക്ക് തോന്നുന്നത് ഈശോ എനിക്ക് എല്ലാം നന്മയല്ലേ. അപ്പോൾ ഞാൻ കുറേ നല്ല സന്തോഷമായിട്ട് വിനയിച്ചോളൂ. അതിനെല്ലാം എനിക്ക് ഈ ഷിഫ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് സമയം കിട്ടുന്നത്. അപ്പോൾ പലരും നമ്മൾ വിചാരിക്കും അയ്യോ ഷിഫ്റ്റ് എനിക്ക് ലൈറ്റാണ്, ഇന്ന് മോർണിംഗ് ഡ്യൂട്ടി ആണെങ്കിൽ എന്തൊരു സുഖമാണ്. അല്ല, നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നവർക്ക് ഇതുപോലുള്ള വലിയ നല്ല ഗുണങ്ങളുണ്ടെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കി. ഇതെല്ലാം നേഴ്സസ് മിനിസ്ട്രിയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് ഈ ബോധ്യങ്ങളെല്ലാം കിട്ടിയത് എനിക്ക്. അതായത് ഒത്തിരി ഫോർമേഷൻ ക്ലാസ്സുകൾ, ഒത്തിരി ധ്യാനങ്ങളൊക്കെ ഞങ്ങൾക്ക് നേഴ്സസ് മിനിസ്ട്രി പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് ഒത്തിരിയും എനിക്ക് യേശുവിലേക്ക് അടുക്കാൻ പറ്റുന്നു. കുഞ്ഞുങ്ങൾ അതിനനുസരിച്ച് വളർത്താനും എനിക്ക് സാധിക്കുന്നു. ഞാൻ പലപ്പോഴും നോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, ആലീസ് എത്ര തിരക്കാണെങ്കിലും ഈ 3 കുഞ്ഞുങ്ങളെ വളർത്തി ഇങ്ങനെ കൊണ്ടുവരുന്നു. ആ ചെറുപ്പകാലം മുതൽ അവർ ചെറുപ്പമായിരുന്നപ്പോൾ പോലും എല്ലായ്പ്പോഴും കുർബാനയിലേക്ക് വരാറുണ്ട്, എല്ലാ പ്രാർത്ഥന കൂട്ടായ്മയിലും വരാറുണ്ട്. അതുപോലെ തന്നെ നേഴ്സസ് മിനിസ്ട്രിയിലാണെങ്കിലും എല്ലാവരെയും ചേർത്ത് എല്ലാവരെയും ക്രോഡീകരിച്ച് ഒരു പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും നയിക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നു? എല്ലാം എൻ്റെ സർവശക്തനായ ദൈവമാണ് എൻ്റെ കൂടെയുള്ളത്. അതായത് നമ്മുടെ പ്രാർത്ഥനയിൽ ഫോർമേഷൻ ക്ലാസ്സിലൊക്കെ ബ്രദർ പറയാറുണ്ട്, നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ മതി അപ്പോൾ നമുക്കത് സാധിക്കുമെന്ന്. അത് ശരിയാണ്.
കാരണം എനിക്ക് ഏതെങ്കിലും ഒരു പ്രാർത്ഥന ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ധ്യാനം, അല്ലെങ്കിൽ ഒരു ഫോർമേഷൻ ക്ലാസ്, എന്തെങ്കിലും പരിപാടി ഉണ്ടായിക്കോട്ടോ ആത്മീയമായിട്ട്, അപ്പോൾ ഞാൻ ഈശോയെ എനിക്ക് പോകണം, നമ്മുടെ ഒരു മനസ്സിലുള്ള ആഗ്രഹം മതി. അപ്പോൾ ആ ഡ്യൂട്ടിയൊക്കെ കറക്റ്റ് അറേഞ്ച് ആയിട്ടുണ്ടാവും. എനിക്ക് ഓഫോ അല്ലെങ്കിൽ നൈറ്റ് ആണെങ്കിലും, ഇപ്പം ഞാൻ നൈറ്റ് ആണെങ്കിലും കുർബാനയ്ക്ക് ഞാൻ ഒരിക്കലും മുടങ്ങാറില്ല. പിള്ളേരെ കുർബാനയ്ക്ക് ഇപ്പം ഞാൻ ഡ്യൂട്ടി ആണെങ്കിലും ഈവനിങ് മൺഡേ ഡ്യൂട്ടി ആണെങ്കിൽ കുഞ്ഞുങ്ങൾ ഇവിടുന്ന് പോയിരിക്കും, കുഞ്ഞുങ്ങൾ ആരുടെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെ കുർബാനയ്ക്ക് പോകും. പക്ഷേ ഈ എല്ലാ പ്രാർത്ഥനയ്ക്ക് പോയാലും എന്തൊക്കെ തന്നെ ചെയ്താലും എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എനിക്കൊരു ടെൻഷനില്ല. കാരണം നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ഓടുമ്പോൾ, അല്ലെങ്കിൽ ഈശോയുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈശോ നോക്കും. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈശോ പഠിപ്പിക്കും. ഞാനിപ്പോൾ പ്രാർത്ഥനയ്ക്ക് പോയത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതോടോ എൻ്റെ കുഞ്ഞുങ്ങളുടെ മാർക്ക് ഒരിക്കലും അത് കുറഞ്ഞിട്ടില്ല. എപ്പോഴും എൻ്റെ കുഞ്ഞുങ്ങൾ നല്ല മാർക്കോട് കൂടി പാസ്സാവണം. അപ്പോൾ എനിക്കത് ഉറപ്പാണ്, എൻ്റെ കുഞ്ഞുങ്ങൾ ഈശോ കാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ഓടുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈശോ ആണ് കാക്കുന്നത്. അതെനിക്ക് ഉറച്ച ബോധ്യം. അതുകൊണ്ടാണ് എനിക്ക് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. പല സ്റ്റാഫ് എന്നോട് പറയാറുണ്ട്, അലീസിനെ എപ്പോഴും പള്ളിയിൽ കാണാമല്ലോ, അലീസിനെ എങ്ങനെയാണ് ഡ്യൂട്ടിയൊക്കെ കിട്ടുന്നത്? അത് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം മതി. അപ്പോൾ ഈശോ അത് മനസ്സിലാക്കും. ഇനി നമുക്ക് കുഞ്ഞുങ്ങളുടെ വിശേഷങ്ങൾ ചോദിക്കാം. റിൽസ, മോളെ ചെറുപ്പം മുതലേ ആൻറ്റിക്ക് അറിയാം. ചെറുപ്പം മുതലേ മാതാവിനോടും ഈശോയോടുമുള്ള ഭക്തിയിലാണ് വളർന്നു വന്നതെന്നും അറിയാം. മോളുടെ ജീവിതത്തിൽ ഈശോയുടെ സംരക്ഷണം ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിഞ്ഞൊരു സംഭവം ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ ബിടെക് കഴിഞ്ഞ് തിരിച്ച് UAE തിരിച്ചു വന്നു. അപ്പോൾ വിസ അടിക്കാൻ വേണ്ടിയിട്ട് എമിഗ്രേഷൻ ഓഫീസിൽ ചെന്നപ്പോഴാണ് അവിടെ പുതിയ നിയമം അനുസരിച്ച് ഞാൻ മാരീഡ് അല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി കോർട്ടിൽ ചെന്നിട്ട് 2 മുസ്ലിം സഹോദരങ്ങളുടെ സാക്ഷ്യത്തോടെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണമെന്ന് അവിടുത്തെ ഓഫീസർ പറഞ്ഞു. അപ്പോൾ മമ്മിക്ക് ആകെ ടെൻഷനായി. കാരണം ആ ഒരു രാവിലെ ആ സമയത്ത് ആരായിരിക്കും ആ ഒരു സമയത്ത് അവൈലബിൾ ആവാമെന്ന് പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും ജോലിക്ക് പോകുന്നവരാണ്. അപ്പോൾ ആ സമയത്ത് 2 പേര് എവിടെ നിന്ന് കിട്ടുന്നു മമ്മിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. മമ്മിയുടെ ആ ടെൻഷൻ കണ്ടിട്ട് എനിക്കും ടെൻഷൻ അടിച്ചിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് നിന്ന് കുറേ നേരം കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. മാതാവിനെ ചേർന്ന് നിന്ന് ആ മാതാവിനോട് അപേക്ഷിച്ച് കുറേ നേരം ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ മമ്മിക്ക് പരിചയമുള്ള ഒരു അങ്കിൾ, മമ്മിയുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന പരിചയമുള്ള ഒരു അങ്കിളെ വിളിച്ചു. ആ അങ്കിൾ വരുമെന്ന പ്രതീക്ഷയിലൊന്നുമല്ല, അങ്കിള് ജസ്റ്റ് അങ്കിളോട് ചോദിക്കാൻ വേണ്ടി എങ്ങനെയാണ് കോടതിയിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കാൻ വേണ്ടി വെറുതെ മമ്മി ഒന്ന് വിളിച്ചു നോക്കിയാണ്. അപ്പോൾ വിളിച്ചപ്പോൾ തന്നെ ആ അങ്കിൾ ഇങ്ങോട്ട് ഓഫർ ചെയ്തു, ഞാൻ വരാം, കൂടെ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ കൊണ്ടുവരാം. ഞാനപ്പോൾ ആ സമയത്ത് അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മാതാവിനോട്. മമ്മി അങ്ങനെ ഓടി വന്ന് പറഞ്ഞു 2 പേര് ശരിയായിട്ടുണ്ട്, 2 പേര്. ആ അങ്കിൾ എന്നെ ഓഫർ ചെയ്തു. അപ്പോൾ ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഞാൻ ആ സമയത്ത് മാതാവിനോട് ജസ്റ്റ് ഒന്ന് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് തുടങ്ങി, ഒന്ന് അപേക്ഷിച്ച് തുടങ്ങിയപ്പോഴേക്കും മാതാവിൻ്റെ ഉത്തരം എൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം മാതാവ് അരുളി ചെയ്തു. അപ്പോൾ മാതാവ് നമ്മുടെ ജീവിതത്തിൽ എന്തോരം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ മാതാവിനോട് ദിവസം അതിനുശേഷം ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ പാരൻസ് വഴിയായിട്ടാണ് ഞാനിപ്പോൾ പള്ളിയിലും അതുപോലെ തന്നെ കാറ്റഗിസം പഠിപ്പിക്കാനും പിന്നെ പള്ളിയിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ഭയങ്കര ആക്റ്റീവാണ്. ഇതൊക്കെ എൻ്റെ മാതാപിതാക്കൾ എനിക്ക് പകർന്നു തന്നതാണ്. അതൊക്കെ അത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവം നമ്മളെ ഒരുപാട് പരിപാലിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ജീസസ് യൂത്തിലും ഞാൻ നല്ലോണം പ്രവർത്തിക്കുന്നുണ്ട്. അതൊക്കെ ദൈവം എനിക്ക് കാണിച്ചു തരുന്ന മാതൃകകളാണ്. എനിക്ക് ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞു തന്നിട്ടുണ്ട്. അതിനൊക്കെ എനിക്ക് ദൈവത്തിനോട് ഒരുപാട് നന്ദിയുണ്ട്. ഇനി അഖിലയോടാവാം. അഖിലയെ ഞാൻ എപ്പോഴും പള്ളിയിൽ കാണാറുണ്ട്. അതുപോലെ തന്നെ അൾത്താര സംഘത്തിലാണെങ്കിൽ അഖില ലീഡറാണ്. ഇതുപോലെ പരീക്ഷയുള്ള സമയങ്ങളിലും ഒക്കെ എപ്പോഴും കുർബാനയ്ക്ക് വരാനും പ്രാർത്ഥനയ്ക്കൊക്കെ വരാനും ഒക്കെ ഉള്ള പ്രചോദനം അഖിലയ്ക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? എനിക്ക് ഈശോ ഒത്തിരി ഇഷ്ടമാണ്. ഞങ്ങളുടെ കുഞ്ഞിലെ മുതലേ അമ്മയും ഡാഡിയും ഞങ്ങൾക്ക് ഈശോയെ പറ്റിയും മാതാവിനെ പറ്റിയും പറഞ്ഞു തരാറുണ്ട്. ഞങ്ങളൊരു ചെറിയ പള്ളിയാണ്, അതുകൊണ്ട് ആഴ്ചയിൽ ആകെ 2 കുർബാന ഉണ്ടാവാറുള്ളൂ. അപ്പോൾ 2ാമത്തെ കുർബാന ഒരു വീക്ക് ഡേയിലായതുകൊണ്ട് സ്കൂളിലെ ഹോംവർക്കെല്ലാം വൈകിട്ട് കംപ്ലീറ്റ് ചെയ്യാനുണ്ടാവുമായിരിക്കും. അതുകൊണ്ട് കുട്ടികളാരും കുർബാനയ്ക്ക് അധികം കുട്ടികളാരും വരാറില്ല, പാരൻസ് മാത്രമേ വരാറുള്ളൂ. പക്ഷേ ഞങ്ങളുടെ അമ്മ എപ്പോഴും കുർബാനയ്ക്ക് പോകാൻ നിർബന്ധിക്കും. പക്ഷേ എനിക്ക് കുറേ ഹോംവർക്ക് ഉണ്ടാവും, അല്ലെ ടെസ്റ്റിന് പഠിക്കാനുണ്ടാവും, ടീച്ചർമാർ ചോദ്യം ചോദിക്കും. അതുകൊണ്ട് അത് വേണ്ടെന്ന് ഞാൻ അമ്മോട് പറയും. പക്ഷെ എന്നാലും അമ്മ നിർബന്ധിച്ച് ഞങ്ങളെ കൊണ്ടുപോകും. അപ്പോൾ എനിക്ക് ശരിക്കും പേടിയാവും. ഞാൻ ഈശോയുടെ മുന്നിൽ വെച്ച് ഞാൻ ശരിക്കും പ്രാർത്ഥിക്കും. എനിക്ക് ഓൾട്ടറുള്ള സമയത്ത് അവിടെ നിന്ന് ഈശോയുടെ കൂടെ ആകുമ്പോൾ ഞാൻ എപ്പോഴും ഈശോയോട് പറയും, ഞാൻ ഈശോയുടെ കൂടെ നിൽക്കാം, ഞാൻ ടെസ്റ്റ് ഒന്നും പഠിക്കേണ്ട വന്നേക്കണേ, എനിക്ക് ശരിക്കും പേടിയാവണം. അതുകൊണ്ട് ഈശോ എനിക്ക് നല്ല മാർക്ക് കിട്ടിയില്ലെങ്കിൽ ശരിക്കും മോശമാവും, എനിക്ക് എന്തായാലും മാർക്ക് മേടിച്ച് തന്നാലേ പറ്റുള്ളൂ. അങ്ങനെ ഈശോയോട് ഇങ്ങനെ പറയാം. ആൾക്കാരായതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഈശോയോട് ഇപ്പം നന്നായി സംസാരിക്കാൻ പറ്റുന്നുണ്ട്. മൺഡേ കുർബാനയ്ക്ക് പോയിട്ട് തിരിച്ച് വന്ന് പഠിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ക്ലാസ്സിൽ പോകുമ്പോൾ കുട്ടികൾ ചോദിക്കും, നീ എന്തിനാ പള്ളിയിൽ പോയിട്ട്, നിനക്ക് വീട്ടിലിരുന്ന് പഠിച്ചോടി, നീ ഇങ്ങനെ മാർക്ക് കളയേണ്ടി വലിയ പരീക്ഷയാണ്, സയൻസൊക്കെയാണ്, നിനക്ക് മാർക്ക് കുറയില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പം ഞാനൊന്നും പറയാം, എനിക്ക് ഉത്തരവൊന്നും ഉണ്ടാവില്ല. എന്നാലും ഞാൻ
പരീക്ഷ എഴുതും. അത് കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ എനിക്ക് അവരെക്കാളും കൂടുതൽ മാർക്ക് കൂടി ഞാൻ ജയിച്ചിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറയും, ഞാൻ സാക്ഷ്യം പറയുന്ന പോലെ പറയും, നിങ്ങളല്ലേ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല, പക്ഷെ എന്നാലും എനിക്ക് നിങ്ങളെക്കാളും മാർക്ക് കിട്ടി. എനിക്ക് ഈശോ, ഞാൻ ആ സമയത്ത് തന്നെ ഞാൻ നന്ദി പറയും. ഞാൻ അവരോടും ഞാൻ പറയും, എൻ്റെ ഈശോ എനിക്കിത് ചെയ്തു തന്നേന്ന് പറഞ്ഞിട്ട് ഞാൻ ഈശോയ്ക്ക് ഞാൻ ശരിക്കും നന്ദി പറയുന്നു. ഇനി നമുക്ക് ആൽവിനോട് ചോദിക്കാം. ഈശോ ആൽവിന് ധാരാളം കഴിവുകൾ തന്നിട്ടുണ്ട്. ആൽവിൻ്റെ ജീവിതത്തിലുണ്ടായ ദൈവാനുഭവങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ? ഇത് കഴിഞ്ഞ പരീക്ഷയിലുണ്ടായതാണ്. എനിക്ക് സോഷ്യൽ എക്സാം ആയിരുന്നു. സോഷ്യൽ എക്സാമിൽ ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടാണ് പോയത്. എക്സാം ഹാളിൽ എക്സാം തുടങ്ങുന്നതിന് മുമ്പും ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുമ്പോൾ എനിക്ക് കുറേ മിസ്റ്റേക്സ് ഞാൻ കണ്ടു. എനിക്ക് 5 കൂടുതൽ മാർക്ക് പോകുന്നത് പോലെ ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് ശരിക്കും പേടിയായി. എന്നിട്ട് തിരിച്ച് ഞാൻ വീട്ടിലെത്തിയപ്പോൾ അപ്പോൾ തൊട്ട് ഞാൻ എൻ്റെ നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടി ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ റിസൾട്ട് വാങ്ങിക്കാനായിട്ട് പോയപ്പോൾ ദൈവത്തിൻ്റെ കൃപ എനിക്ക് സോഷ്യലിൽ നല്ല വർക്ക് കിട്ടുകയും ചെയ്തു. പിന്നെ ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റ് ആവുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അമ്മയും ഡാഡിയും എന്നും ഞങ്ങൾക്ക് യേശുവിനെക്കുറിച്ചും മാധവനെക്കുറിച്ചും പറഞ്ഞു തരാറുണ്ട്, ചേച്ചി പറഞ്ഞതുപോലെ. അപ്പോൾ ഞങ്ങൾ മുടങ്ങാതെ കൊന്തെത്തിക്കാറുണ്ട്. ഞങ്ങൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ കാറിൽ ദുബായിൽ നിന്നൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കും ഇന്ന് കൊന്തുണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കും. അപ്പോഴാണ് അമ്മ കൊന്തെത്തിക്കാന്ന് പറഞ്ഞിട്ട് കാറിലിരുന്ന് ഞങ്ങൾ കൊന്തെത്തിക്കും. അപ്പോൾ അങ്ങനത്തെ നല്ലൊരു ഫാമിലീനെയാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഞാൻ ഓട്ടോ സർവീസിലുള്ള ഒരാളാണ്. പിന്നെ ഓട്ടോ സർവീസിൽ ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് തന്നെ ഒരു നല്ലൊരു ഭാഗ്യമായിട്ട് ഞാൻ കൂട്ടുന്നു. പിന്നെ ഞാൻ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ആ ദിവസത്തെ സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അന്ന് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ദിവസമായിരിക്കും അതൊരു ദിവസം. അപ്പോൾ ഇതിനെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇനിയും ആലീസിൻ്റെ ജോലി മേഖലയിലുണ്ടായിട്ടുള്ള ദൈവപരിപാലന രുചിച്ചറിഞ്ഞ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പങ്കുവയ്ക്കാമോ? ഒരുപാട് അനുഭവങ്ങൾ പറയാനാണെങ്കിൽ ഉണ്ട്. അതിൽ ഒരെണ്ണം ഞാൻ പറയാം. ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ഞാൻ സർജറി വാർഡിലാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഒരു ദിവസം ഒരു അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ സാധാരണ നമ്മൾ അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന സ്പെസിമെൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് ലാബിലോട്ട് വിടും. അപ്പോൾ അതിന് ഇവിടേക്ക് ഇപ്പോൾ പേയ്മെൻ്റാണ്. അപ്പോൾ അന്ന് അവരുടെ കയ്യിൽ പേ ചെയ്യാൻ അടയ്ക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആ സ്പെസിമെൻ അവിടെ കീപ്പ് ചെയ്തു സൂക്ഷിച്ച്. പിറ്റേ ദിവസമാണ് അവരുടെ ആൾക്കാർ വന്ന്, ഇത് സിസ്റ്റർ ഞങ്ങൾക്കത് കണ്ട് ഞങ്ങളിത് ടെസ്റ്റ് ചെയ്യാൻ വിടാമെന്ന് പറഞ്ഞ് വന്നു. അപ്പോൾ എൻ്റെ കൂടെ 2 സ്റ്റാഫ് വേറെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ സാധാരണ ഈ ഒരു ലാബ് ബോക്സ് എന്ന് പറഞ്ഞ ബോക്സ് ഉണ്ട്, അതിലാണ് അപ്പൻഡിക്സ് വയ്ക്കുന്നത്. ഫോർമാലിൻ സൊല്യൂഷൻ ഉണ്ട്, അപ്പോൾ അത് കേടാവാതെ. അവർ 2 പേരും ഓരോരുത്തർ മാറി പോയിട്ട് നോക്കിയിട്ട് വന്നിട്ട്, സിസ്റ്റർ അപ്പൻഡിക്സ് അവിടെ കാണുന്നില്ല, ആ വെച്ച സാധനം അവിടെ കാണുന്നില്ല. അപ്പോൾ ഞാനാണ് അന്നത്തെ അവിടെ സീനിയർ ഡ്യൂട്ടി. അപ്പോൾ ഞാൻ വെച്ചാൽ എൻ്റെ ഈശോയെ, ഇത് ഈ മനുഷ്യർക്ക് ഞാൻ കാണിക്കാതെ അല്ലെങ്കിൽ അത് അവരോട് ഞാൻ എന്ത് ഉത്തരം പറയും? എൻ്റെ ഈശോയെ അങ്ങ് ഇവിടെ ഇടപെടണം. ഞാൻ ചെന്നിട്ട് ഈ 3 ബോക്സിൽ ഇരിക്കുന്നതിൽ ആദ്യത്തെ ബോക്സ് എടുത്ത് നോക്കുമ്പോൾ അതിൽ അപ്പൻഡിക്സ് ഇരിക്കുന്നു. യേശുവേ നന്ദി എന്ന് പറഞ്ഞ് ഞാൻ എടുത്ത് തുടങ്ങുന്നു. ഈ 2 സ്റ്റാഫും ചോദിക്കാൻ, ഞങ്ങൾ ഇത്രയും ഈ എല്ലാ ബോക്സും ഞങ്ങളെടുത്ത് നോക്കിയിട്ട് സിസ്റ്ററിനെ എവിടെ നിന്ന് കിട്ടി ഈ ബോക്സ്? അപ്പം ഞാൻ പറയും, ഇതെൻ്റെ ഈശോ ആണ് എനിക്ക് എടുത്ത് തന്നെ. അതുപോലെ ഒത്തിരി അനുഭവങ്ങൾ. അതുപോലെ പെട്ടെന്ന് സീരിയസ് ആയിട്ട് പേഷ്യൻറ്റിനെ നമ്മളവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട്, ഞാനൊരിക്കൽ ഓർക്കുന്നുണ്ട്, ട്രക്കിയോസ്റ്റമിയുള്ള ഒരു പേഷ്യൻറ്റ്, ആണ് ക്യാൻസറായിട്ട് ട്രക്കിയോസ്റ്റമി ഇരിക്കുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ പെട്ടെന്ന് അത് ട്രക്കിയോസ്റ്റമിന്ന് ട്യൂബ് ആ ബാബയുടെ വെപ്രാളത്തിൽ അതങ്ങ് പറഞ്ഞു പോയി. ബാബ ഇപ്പം മരിക്കുന്നുള്ള ഘട്ടത്തിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള സ്റ്റാഫും കൂടെ വേഗം ഞങ്ങൾ ഓക്സിജൻ എടുത്തു. ഇവിടെ ഓക്സിജൻ അവിടെ പിടിച്ചു, വേഗം വയറ്റിൽ നോക്കി. അപ്പോൾ ഒരു മാലാഖ പോലെ ഒരു ഡോക്ടർ അനസ്തെറ്റിസ്റ്റ് അതിലൂടെ ക്രോസ് ചെയ്തു. ആ ഡോക്ടർ കൂടി വന്ന് വേഗം ട്രക്കിയോസ്റ്റമി വേഗം ട്യൂബ് ഇൻസേർട്ട് ചെയ്തു, വേഗം ആ ട്യൂബ് തിരിച്ചിട്ടു. പേഷ്യൻ്റെ ജീവൻ ശരിക്കും ആ പേഷ്യൻ്റ് അവിടെ മരിച്ചു പോകണത്. അത് നമ്മൾ ആ പ്രാർത്ഥന ശക്തി മാത്രമാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ പള്ളിയിൽ അന്ന് ഉമ്മലിക്ക് തന്നെ കരിസ്മാറ്റിക് പ്രയർ നടക്കുന്നുണ്ട്. അന്ന് കരിസ്മാറ്റിക്കിൽ ഒരു ജീസസ് യൂത്ത് പയ്യൻ സാക്ഷ്യം ചെയ്യാണ്. ഞങ്ങൾ ആ ദിവസം മെൻഷൻ ചെയ്ത് പറയുകയാണെന്ന്, ഞങ്ങൾ അവിടെ ഒരു അവൻ്റെ കൂട്ടുകാരൻ അവൻ ഡോക്ടറെ കാണിക്കാൻ എമർജൻസിയിൽ വന്നതാണ്. എമർജൻസിയിൽ കാണിച്ചു കഴിഞ്ഞിട്ട് അവർ പണി കഴിഞ്ഞു. അപ്പോൾ അവൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ തോന്നുകയാണ്, നമുക്ക് ഈ ഹോസ്പിറ്റലിൻ്റെ ഈ ഹോൾവേയിലൊന്നും നമുക്ക് നടന്ന് പ്രാർത്ഥിക്കാം. അവർ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറേ നേരം പ്രാർത്ഥിച്ചിട്ടാണ് തിരിച്ചു പോയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ സാക്ഷ്യം ഞങ്ങളുടെ കരിസ്മാറ്റിക് കൂട്ടായ്മയിൽ ഞങ്ങൾ അത്രയും ദൈവം ഞങ്ങളെ പരിപാലിച്ചു. ഈ പേഷ്യൻറ്റിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളുടെ 2 സ്റ്റാഫിൻ്റെ ഗതി എന്തായി? അപ്പം ഞാനിത് സാക്ഷ്യപ്പെടുത്തിയപ്പോൾ ഈ പയ്യൻ പറയാൻ, ആ ചേച്ചി ഞങ്ങൾ ആ ദിവസം തന്നെ ആ സമയം തന്നെ ഞങ്ങൾ ഇങ്ങനൊരു സംഭവം ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവ് തോന്നിച്ചതായിരിക്കും, ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ഡ്യൂട്ടിയിൽ എനിക്ക് പറയാനാണെങ്കിൽ ഉണ്ട്.
നമ്മളെപ്പോഴും ദൈവത്തോട് ചേർന്ന് നിന്നാൽ ഏത് വിഷമഘട്ടത്തിലും ദൈവം നമ്മോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. നമ്മെ കേട്ടുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള നഴ്സുമാരോട് ആലീസിന് എന്ത് സന്ദേശമാണ് കൊടുക്കുവാനുള്ളത്? മത്തായി 6:33 പറയുന്നത് പോലെ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. എൻ്റെ ജീവിതം നിങ്ങൾ കേട്ടല്ലോ. ജീവിതത്തിൻ്റെ ആദ്യ കാലം മുതൽ ഇതുവരെയുള്ള എൻ്റെ ഓരോ കാര്യങ്ങളും ഈശോ ക്രമപ്പെടുത്തുകയായിരുന്നു. ഈശോ എന്നെ വഴി നടത്തുകയായിരുന്നു. ഇപ്പോൾ പലരുടെയും കംപ്ലൈൻ്റാണ്, എനിക്ക് സമയമില്ല, അതിന് സമയമില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല, അവിടെ പോകാൻ സമയമില്ല. പക്ഷെ നമ്മൾ വിചാരിച്ചാൽ, നമ്മുടെ ഒരു ചെറിയൊരു മടിയൊന്ന് മാറ്റി വെച്ചാൽ നമുക്ക് എല്ലാ പ്രാർത്ഥനയ്ക്ക് അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഡ്യൂട്ടിയെല്ലാം അറേഞ്ച് ചെയ്യാനും കുടുംബ പ്രാർത്ഥന നടത്താനും എല്ലാം നമ്മളെക്കൊണ്ട് സാധിക്കും. ഒരു കുടുംബത്തിൽ മാതൃക കാണിക്കേണ്ടത് മാതാവായ നമ്മളാണ്. അപ്പം നമ്മൾ അവിടെ അലസത വന്നാൽ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയാനുണ്ടോ? അപ്പം ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്, അതായത് നമ്മുടെ കുടുംബ പ്രാർത്ഥന മുടക്കാതെ, കൂദാശകൾ മുടക്കാതെ, നമ്മുടെ എത്ര പണിയുണ്ടായിരിക്കട്ടോ വീട്ടിൽ, എന്തൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും യേശുവിൻ്റെ കാര്യത്തിന് നമുക്ക് സമയം കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അത് നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം മതി, അത് നമുക്ക് ദൈവം തരും എന്നുള്ളത് ആണ് എനിക്ക് പറയാനുള്ള സന്ദേശം. ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ചറിഞ്ഞ ഈ കുടുംബത്തെ നമ്മൾ കേൾക്കുകയായിരുന്നു. ഈ കുടുംബത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. അതുപോലെ ഇനിയും ഈശോ ഇവരെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. Praise the Lord. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും എത്ര വലിയ വിശ്വാസമാണ് ഈ കുടുംബത്തിനുണ്ടായിരുന്നത്. എത്ര മനോഹരമായിട്ടാണ് ഈശോ അവരെ പരിപാലിച്ചത്. നമുക്കും ഇത് മാതൃകയാകണം. കാരണം ജീവിതത്തിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ, കുടുംബം ഒന്നാകെ നിരാശയിലേക്ക് പോകുമ്പോൾ, ഈശോയിൽ പ്രത്യാശയുള്ള ആ സ്നേഹം തിരിച്ചറിഞ്ഞ ഓരോ ക്രൈസ്തവ കുടുംബവും അവർക്ക് താങ്ങായി മാറണം. കാരണം ഓരോ മനുഷ്യജീവനും ഈശോയ്ക്ക് അത്രയേറെ വിലപ്പെട്ടതാണ്. സ്വന്തം ജീവൻ ബലിയായി കൊടുത്ത് നേടിയതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ നല്ല ഈശോയെ, ലോകമെമ്പാടുമുള്ള എല്ലാ കുടുംബങ്ങളിലും ഈശോയുടെ സ്നേഹവും സമാധാനവും സന്തോഷവും നിറയ്ക്കണമേ. ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി മാറട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.